നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ജർമ്മനി വീണ്ടും സെവനപ്പ് കൊടുത്തിരിക്കുകയാണ്. മുമ്പ് ജർമ്മനിയുടെ ഒരു വിഖ്യാതമായ സെവനപ്പ് ഉണ്ട്. അത് 2014 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണ്. 7-1 അന്ന് ബ്രസീലിനെ ബ്രസീലിയൻ മണ്ണിലിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ യുവേഫ നേഷൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരം ജർമ്മനി വിജയിച്ചിരിക്കുന്നതും 7 ഗോളുകൾ അടിച്ചുകൊണ്ടാണ്. 7-0 ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയെ അവർ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അവർക്ക് വേണ്ടി ഫ്ലോറിൻ വേർട്സിന് ഇരട്ട ഗോളുകൾ, ഒപ്പം ടീം ക്ലാൻഡീസിൻ്റെ ഇരട്ട ഗോളുകളുണ്ട്. പിന്നെ ജമാൽ മുസിയാല, കായ് ഹവേർട്സ്, ലിറോയ് സനെ എന്നിവരൊക്കെ ഓരോ ഗോളുകൾ കണ്ടെത്തി. ജർമ്മനിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റത്തിലെ ടീം ക്ലയൻസ്, ഒപ്പം അദ്ദേഹത്തോടൊപ്പം മുസിയാല, കായ് ഹവേർട്സ്, ഫ്ലോറിയൻ വേർട്സ് എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ജർമ്മനി കളിക്കാനിറങ്ങിയത്. കളിയുടെ തുടക്കം മുതൽ ജർമ്മനിയുടെ ആധിപത്യമാണ്. രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ജമാൽ മുസിയാലയിലൂടെ അവരുടെ ഗോൾ പിറന്നു. 23-ാമത്തെ മിനിറ്റിൽ ടീം ക്ലൈൻഡേഴ്സ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് 37-ാമത്തെ മിനിറ്റിൽ കായ് ഹവേർട്സും ഗോളടിച്ചപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ജർമ്മനി കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിലും അവരുടെ ഗോളടി മേളം തുടർന്നു. രണ്ടാം പകുതിയിൽ 50-ാമത്തെ മിനിറ്റിൽ ഫ്ലോറിൻ വേർട്സിൻ്റെ ആദ്യ ഗോൾ വരുന്നു. 57-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോൾ. 66-ാമത്തെ മിനിറ്റിൽ ലിറോയ് സന കൂടി ഗോളടിച്ചപ്പോൾ 6-0 ലീഡായി. തുടർന്നാണ് ടീം ക്ലൈൻസ് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നത്. 79-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുന്നു. 7-0 വമ്പൻ വിജയത്തിലേക്ക് ജർമ്മനി കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് എയുടെ ഗ്രൂപ്പ് 3യിൽ ജർമ്മനി 5 കളികളിൽ നിന്ന് 13 പോയിന്റ്, അതായത് 4 വിജയവും 1 സമനിലയും അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.